89.6 FM Sargakshetra. വെൽക്കം ബാക്ക് ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്ന് പൊടി തട്ടി ഉണർത്തി അതിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റുക, അല്ലെങ്കിൽ അതിനെ എന്തൊക്കെ നമുക്ക് ഭംഗിയാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഉയരയിലൂടെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഉയരയിൽ ഇതാ മെയിൻലി എടുത്തു പറയുന്നത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ പാടാനായിട്ട് ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ശബ്ദമേഖലയിൽ താല്പര്യമുള്ളവർ അവരുടെ വോയിസിന് എങ്ങനെ ട്രെയിനിങ് കൊടുക്കാം, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലിജോ കെ ജോസ്, singer, composer, music producer, voice teacher, and who has a distinction in Hindustani and Western classical performance and specialist in vocal performance course from KM Music Conservatory. Sir, welcome to the show. Thank you for inviting. It's my pleasure. ഓക്കെ സാർ, അപ്പോൾ എന്തായാലും ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പം എക്സാം ഒക്കെ കഴിഞ്ഞ് തങ്ങളുടേതായിട്ടുള്ള ആ ഒരു പാഷൻ പറയുക, അല്ലെങ്കിൽ ആ ഒരു കഴിവിനെയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ മ്യൂസിക് പാഷനാക്കി എടുക്കുന്നവർക്ക് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ സംഗീതം പഠിക്കണം എന്നുള്ളതല്ലാതെ ഈ വോയിസ് ട്രെയിനിങ് അല്ലെങ്കിൽ വോക്കൽ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊന്നും മനസ്സിലാക്കാതെ പലപ്പോഴും പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് സാർ? അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഉയരെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ താങ്ക് യു. അപ്പോൾ ഈ വോയിസ് ട്രെയിനിങ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഭവം അല്ല. അതായത് സിംഗിങ്ങിന്, അതായത് ഇത് നമ്മൾ സിംഗിങ് മാത്രമല്ല, വോയിസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പ്രൊഫഷനിലും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണിത്. പിന്നെ എന്റെ ഒരു എക്സ്പേർട്ട് ഏരിയ എന്ന് പറയുന്നത് ഒരു സിംഗിങ് ആയതുകൊണ്ട് ഐ എം ടോക്കിംഗ് ഓൺ ദാറ്റ് ലൈൻസ് ആക്ച്വലി. അപ്പോൾ ഈ നമ്മളൊരു കുട്ടി പാട്ട് പഠിക്കാൻ തുടങ്ങുന്നതിന് ആ സമയം തൊട്ട് തന്നെ we'll have to talk about how to use their instrument എന്നുള്ളത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്ച്വലി. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഞാനിപ്പോ എന്റെ പ്രൊഫഷനിൽ കുറെ ആൾക്കാർ ലേറ്റർ സ്റ്റേജിലൊക്കെ ഒരുപാട് എക്സ്പേർട്ട് ലെവലിലൊക്കെ ക്ലാസിക്കൽ മ്യൂസിക്, അത് ഏത് ജോണർ ആയിക്കോട്ടെ, പെർഫോം ചെയ്യുന്ന ഒരു ലേറ്റർ സ്റ്റേജിൽ ദേ റിയലൈസ്ഡ് ആയിട്ട് ഓക്കെ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഹെൽത്തി അല്ലാത്ത വിധത്തിലാണെന്ന് എന്തെങ്കിലും ഒരു വോയിസ് ഇഷ്യൂ വരുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് അവർക്ക് ദേ ആർ ഡൂയിങ് സംതിങ് റോങ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾറെഡി ബീൻ ലേറ്റ്, സോ ദേ ഹാവ് ടു ഗോ ബാക്ക് ടു ദ ബിഗിനിങ് ഓൾ ഓവർ അഗെയിൻ ആൻഡ് സ്റ്റാർട്ട് ഓൾ ഓവർ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പാടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ബിക്കോസ് പ്രാക്ടീസിങ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ടൂൾ ഇൻ അവർ ആർട്ടിസ്ട്രി, റൈറ്റ്? സോ അതിനകത്ത് നമ്മൾ മസിൽ മെമ്മറി ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ നമ്മൾ തുടക്കം തൊട്ട് തന്നെ ഇതൊരു ഗൈഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ സോ ദേ വിൽ ബി ലേണിംഗ് ടു യൂസ് ദെയർ വോയിസ് ഇൻ എ പ്രോപ്പർ വേ എന്നുള്ളൊരു കാര്യമുണ്ട് ഇത്. യെസ് സർ. അപ്പം ഉയരയിൽ നമുക്കിത് ഇന്ന് അറിയാനായിട്ടുള്ളത് ഇതാണ്. ഈ ഒരു വോയിസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിംഗേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശബ്ദമേഖലയിൽ പ്രവർത്തിക്കുന്ന ആരെയും സംബന്ധിച്ച് ഈ ഒരു വോയിസിന്റെ ട്രെയിനിങ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം സാറ് ഫോക്കസ് ചെയ്യുന്നത് സിംഗിങ്ങിലാണ്. അവരുടെ ശബ്ദം എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാം, എങ്ങനെ വലിയ ഹാംഫുൾ എഫക്റ്റ് ഒന്നും കൊടുക്കാതെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് സാറ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു ശബ്ദം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ശബ്ദത്തിന് കൊടുക്കുന്ന ട്രെയിനിങ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ഏതൊരു വോയിസ് പ്രൊഫഷണലിന്റെയും കാര്യത്തിൽ നമ്മളുടെ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് വോയിസ് ആണല്ലോ. അപ്പോ നമ്മൾ അതിന്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അറിയണമെങ്കിൽ വി നീഡ് ടു നോ ഹൗ ഈ ഇൻസ്ട്രുമെന്റ് ഫംഗ്ഷൻ ചെയ്യണത് എങ്ങനെയാണെന്നും അതിന്റെ ഡീറ്റെയിൽസും, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ഇൻസ്ട്രുമെന്റലിസ്റ്റിനും അവരുടെ ഇൻസ്ട്രുമെന്റ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണമെന്നും അതിനെങ്ങനെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമെന്നും എത്രത്തോളം അറിയുന്നു അത്രത്തോളം ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദെയർ ഇൻസ്ട്രുമെന്റ് ബെറ്റർ, ഇല്ലേ? അതുപോലെ തന്നെയാണ് നമുക്കൊരു സിംഗറിന്റെ കാര്യം. ഈ വോയിസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് വരുന്നത് എവിടെയാണ്. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിംഗറിന്റെ കാര്യത്തിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചു തുടങ്ങും. ഇപ്പൊ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ മസിൽ മെമ്മറി ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് നമ്മൾ തുടക്കം തൊട്ട് ഏതെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള ഒരു വോയിസ് ടെക്നിക്കോ അല്ലെങ്കിൽ ഒരു തെറ്റായ വിധത്തിൽ പഠിച്ചു തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ വർഷങ്ങൾ കഴിയുമ്പോഴേക്കായിരിക്കും ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് വരാൻ പോകുന്നത്. കാരണം വോയിസിൽ ചേഞ്ച് വരിക, അല്ലെങ്കിൽ ടയർഡ്നെസ്, പെട്ടെന്ന് വോയിസ് ടയർഡ് ആവുക, അല്ലെങ്കിൽ വോയിസ് ഹേർട്ട് ആവുക, അല്ലെങ്കിൽ കുറെ വോക്കൽ പത്തോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളുടെ അൺഹെൽത്തി ആയിട്ടുള്ള വോക്കൽ ഹാബിറ്റ് ഉണ്ട്, നമ്മൾ വോക്കൽ അബ്യൂസ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തിയിട്ട് നമ്മൾ തിരിച്ച് നോക്കി നമ്മളത് കറക്റ്റ് ചെയ്ത് പിന്നെയും പുതിയൊരു മസിൽ മെമ്മറി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നേക്കാളും നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇത് കറക്റ്റ് ചെയ്ത്
വരിക എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. അപ്പോൾ ഈ വോക്കൽ ട്രെയിനിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഈ സിംഗേഴ്സിന് ഈ വോയിസിനെ കുറിച്ച് ഒരു അവയർനെസ് ഡെവലപ്പ് ചെയ്യാം. എങ്ങനെ ഹൗ ക്യാൻ ദേ ടേക്ക് കെയർ ഓഫ് ദെയർ വോയിസ് ബെറ്റർ, അല്ലെങ്കിൽ അതിന്റെ ഹെൽത്ത് എങ്ങനെ കാര്യമായിട്ട് നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് നമ്മളുടെ വോയിസ് അതായത് സിംഗിങ്, ഇപ്പൊ ഇതിനകത്ത് ഒരു സിംഗിങ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പാട്ട് പഠിക്കാൻ തുടങ്ങണോ അന്ന് തൊട്ടേ ഇതിനകത്തുള്ള ഒരു അവയർനെസ്, അത് ടീച്ചറിന്റെ ലെവലിലും ഒരു സ്റ്റുഡന്റിന്റെ ലെവലിലും ഉണ്ടായിരിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ആക്ച്വലി. ഒരു ടീച്ചർ ശരിക്കും ഒരു സ്റ്റുഡന്റിന് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വോയിസ് യൂസ് ചെയ്യേണ്ടത്. അത് സ്റ്റുഡന്റ് ഇപ്പൊ നമ്മൾ ഒരു കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ദേ മൈറ്റ് നോട്ട് ബി അവെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ആരൊക്കെ ഇതിനോട് ആയിട്ട് അസോസിയേറ്റ് നിൽക്കണോ അവർക്കെല്ലാം ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള വോയിസ് യൂസേജ് എന്നുള്ളത്. ദാറ്റ് വിൽ ലീഡ് ടു എ ബെറ്റർ വോക്കൽ പ്രൊഡക്ഷൻ എന്നുള്ള കാര്യം, ഒരു ലോഞ്ചിവിറ്റി എന്നുള്ള ഒരു ഫാക്ടറും കൂടെ നമുക്ക് നോക്കാൻ പറ്റും ഇതിനകത്ത്. ഓക്കെ അപ്പോൾ ഒരു ബെറ്റർ വോയിസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു വോയിസ് ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊരു മസിൽ മെമ്മറി ഡെവലപ്മെന്റ് എന്ന് തന്നെയാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ഈ ഒരു ശബ്ദത്തെ സംബന്ധിച്ച് ഇപ്പം എസ്പെഷ്യലി ഈ സാറ് ഫോക്കസ് ചെയ്ത് പറയുന്നത് സിംഗേഴ്സിനെ ബേസ് ചെയ്താണ്. അപ്പം നമ്മുടെ കൂട്ടത്തിലെ പാട്ടുകാരായിട്ടുള്ളവർ അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പം സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ ഉയരയിലൂടെ സംസാരിക്കുന്നത് ഒരു പ്രത്യേക ഒരു ശബ്ദ മേഖലയിൽ ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ചാണ്. ഇപ്പം ശബ്ദ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും എന്തും ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പം ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിംഗേഴ്സ് ആയിക്കോട്ടെ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ ശബ്ദവുമായി ബന്ധപ്പെട്ട് പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെ ഉതകുന്ന, ഇത് ഡ്രീം ചെയ്യുന്നവർക്കും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഉയരയിലൂടെ സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു ശബ്ദത്തിൽ അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്ന ആളുകൾ, പാട്ട് പാടുന്ന ആളുകൾ, അല്ലെങ്കിൽ വോയിസ് ഉപയോഗിച്ച് ഒരു ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ വോക്കൽ അബ്യൂസ് നടക്കുന്നുണ്ട്. സോ അത് എങ്ങനെ നമുക്ക് തടയാം, എങ്ങനെ അതിൻ്റെ ഒരു ഹാംഫുൾ എഫക്റ്റിലേക്ക് കൊണ്ടുപോകാതെ എങ്ങനെ അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മളിതാ ഉയരയിലൂടെ കേൾക്കുന്നത്. സോ നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നൽകാനായിട്ട് കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് സ്പെഷ്യൽ ഗസ്റ്റ് ലിജോ കെ ജോസ്, സിംഗർ, കമ്പോസർ, മ്യൂസിക് പ്രൊഡ്യൂസർ, വോയിസ് ടീച്ചർ, സ്പെഷ്യലിസ്റ്റ് ആൻഡ് വോക്കൽ പെർഫോമൻസ് കോഴ്സ് ഫ്രം KM മ്യൂസിക് കൺസർവേറ്ററി. സോ നമ്മളപ്പം ഈ ഒരു വോയിസ് ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മൾ കേട്ടു. ഇനി അറിയേണ്ടത് ഈ ഒരു ഒരാൾ ഇപ്പം പാട്ട് പഠിക്കുന്ന ഒരാളായിക്കോട്ടെ, ഇവർ ഏത് ടൈം മുതലാണ് ഇത്തരം ഒരു വോക്കൽ ട്രെയിനിങ്ങിന് നമ്മൾ ശബ്ദത്തെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോൾ മുതലാണ്? ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പാട്ട് പഠിക്കാൻ തുടങ്ങുന്നു അന്ന് തൊട്ടേ നമ്മൾ ഇതിന്റെ ഒരു അവയർനെസ്സും ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. നമ്മളത് ഈ ഇന്ത്യയിലൊക്കെ നമ്മളിത് അതിന്റെ ഒരു അവയർനെസ് കുറച്ച് കുറവാണ്. അത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ആക്ച്വലി. നമ്മൾ ഈ ഒരു കുട്ടികളെയൊക്കെ ഒരു ചെറുപ്പം തൊട്ടേ ഇതിനെക്കുറിച്ചൊരു അവയർനെസ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നത് നമ്മൾ ലേറ്റർ സ്റ്റേജിലൊക്കെ നമ്മളൊരു ഹെൽത്തി വോക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ അത്ലറ്റിക്സിന്റെ ട്രെയിനിങ് പോലെയാണ്. നമ്മളൊരു സ്പോർട്സ് മാൻ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഇത് ആക്ച്വലി. നമ്മളപ്പോ അത് തുടക്കം തൊട്ടേ ഒരു നല്ല ഹെൽത്തി ഹാബിറ്റ്സും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സിംഗേഴ്സിനോ അല്ലെങ്കിൽ ഒരു വോയിസ് പ്രൊഫഷണലിനോ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ റൈറ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തുടക്കം നമ്മൾ എന്ന് തുടങ്ങുന്നു അന്ന് തുടങ്ങണം എന്നുള്ളതാണ് എന്റെ ഒരു കാര്യം. പിന്നെ പല ആൾക്കാരും പല ഏജ് ഗ്രൂപ്പിലൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കിഡ്സിന്റെ വേ ഓഫ് ഡിസ്ക്രൈബിംഗ് ദ വോക്കൽ ടെക്നിക് ഇറ്റ്സ് എ ബിറ്റ് മോർ ഇൻ എ ഡിഫറെന്റ് വേ വേഴ്സസ് അഡൽട്സിന്റെ വോയിസ് ട്രെയിനിങ് ലെസൺസ് എല്ലാം. അപ്പോൾ നമ്മള് ഒരേ കാര്യം തന്നെയാണ് പഠിപ്പിക്കുന്നത്, പക്ഷേ ദ വേ വി ടീച്ച് ഈസ് ഡിഫറെന്റ് എന്നുള്ളൊരു കാര്യം. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ന് നിങ്ങൾ തുടങ്ങുന്നോ അന്നേ തുടങ്ങണം എന്നുള്ളതാണ് ഒരു ഐഡിയൽ സിറ്റുവേഷൻ. പിന്നെ നമ്മൾ ഒരിക്കലും കറക്റ്റ് ആയിട്ടുള്ളൊരു വോക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്പീച്ചിനെയും സിംഗിങ്ങിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരിക്കലും കാണാതിരിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോ നമ്മൾ വോയിസ് യൂസ് ചെയ്യുന്നത് എന്ന് തൊട്ടാണോ അന്ന് തൊട്ടേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വോക്കൽ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട്.
സോ ഹൗ മച്ച് യു ആർ അസോസിയേറ്റഡ് വിത്ത് യുവർ ബ്രീത്തിങ് എന്നുള്ളതൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബ്രെത്ത് എടുത്തിട്ടാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടക്കം തൊട്ടേ ഇത് നമ്മൾ അറിയണം. അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പിന്നീട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മൾ തിരിഞ്ഞു പോകാൻ നമ്മൾ പറയില്ലേ, മറ്റേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന അതേ സിറ്റുവേഷൻ തന്നെയാണിത്. അപ്പോൾ നമ്മൾ തുടക്കം തൊട്ടേ ഇത് അറിഞ്ഞു വന്നാൽ വി ആർ ഇൻ എ ഗുഡ് പ്ലേസ്. നമുക്ക് ഡാമേജ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. സോ അതാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് പാരലായിട്ട് പോകേണ്ട കാര്യമാണ് ആക്ച്വലി. നമ്മൾ ഒരു വോയിസ് ഇപ്പൊ നമ്മള് ഹിന്ദുസ്ഥാനി മ്യൂസിക്കോ കർണാട്ടിക് മ്യൂസിക്കോ വെസ്റ്റേണോ ഏത് ജോണർ ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്നതിന്റെ പാരലായിട്ട് പോകേണ്ട ഒരു കാര്യമാണിത് ആക്ച്വലി. എനിക്ക് തോന്നുന്നു നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും, അല്ലെങ്കിൽ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പലർക്കും ഇത് പിന്നീട്, അല്ലെങ്കിൽ സാറ് പറഞ്ഞതുപോലെ ഒരു വോയിസ് ഡാമേജിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമ്മൾ അറിയാതെ പോകുന്നു. നമ്മൾ ഇപ്പോൾ ജസ്റ്റ് മ്യൂസിക് പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. ഈ വോയിസ് ഡാമേജ് ആവാനായിട്ടുള്ള റീസൺ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാരണം, വോക്കൽ അബ്യൂസ് എന്നാണ് നമ്മൾ എല്ലാത്തിനും കൂടി ഒരു ജനറൽ ടേം എന്ന് പറയുന്നത്. പലർക്കും പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നത് ഈ വോക്കൽ ഡാമേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ഒരു പേര് പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിക്കുക എന്നുള്ള ഒരു സംഭവമല്ല. നമ്മുടെ വോയിസ് ഈസ് കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ് സെൽഫ്, ടു ബി ഓണസ്റ്റ്. അതിൻ്റെതായ ഒരു കഴിവൊക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു പരിധി വിടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. സോ ഈ വോക്കൽ ഡാമേജ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല. ചില കേസസിലുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു സ്ക്രീമിങ്ങോ അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു ഡാൻസ് പാർട്ടിയോ അല്ലെങ്കിൽ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് അങ്ങ് സ്ക്രീം ചെയ്തുള്ള പെട്ടെന്ന് വരുന്ന ഡാമേജുകളുണ്ട്. പക്ഷെ അല്ലാതെയുള്ള നമ്മളിപ്പോ എന്താ പറയാ, ഒരു ഹാബിച്വൽ ആയിട്ട് വരുന്ന കുറെ സമയം എടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട്. സോ അക്യൂട്ട് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ക്രോണിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇതിന്റെയും രണ്ട് റീസൺസ് ആണ്. അപ്പോ നമ്മളിപ്പോ ഈ വോക്കൽ ട്രെയിനിങ്ങിനകത്ത് തന്നെ ചെയ്യുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരാൾ നമ്മളുടെ അടുത്ത് ഒരു സെഷന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് വരുന്ന സമയത്ത് ഫസ്റ്റ് വി നീഡ് ടു ലുക്ക് അറ്റ് ദാറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി, വാട്ട് ആർ ദ റീസൺസ്. ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ എല്ലാവരുടെയും ഇപ്പൊ ഒരേ ഇഷ്യൂ ആയിട്ട് വരുന്ന ആൾക്കാർ തന്നെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വോക്കൽ നോഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആയിട്ട് വരുന്ന ആൾക്കാരുടെ when you look into their history there might be different reasons. അങ്ങനെയുള്ള സംഭവം. അപ്പോൾ അത് നമുക്ക് it's a very important point to check the history of that person actually. എങ്ങനെയാണ് അവരുടെ വോക്കൽ പ്രൊഡക്ഷൻ. we need to hear them how they use their voice. ഇപ്പോ ഒരു സിംഗർ ആണെങ്കിൽ we ask them to sing. ഒരു ദിവസം കണ്ടാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടിക്കോളും തന്നെ. we have to ഇതൊരു ലോങ് പ്രോസസ് ആണ് ആക്ച്വലി. അപ്പോ സോ എല്ലാവരുടെയും റീസൺസ് ഒരേ കാരണമായിരിക്കണം എന്നില്ല ആക്ച്വലി. അതാണ് എന്റെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് എന്താ പറയാ, ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടാവുന്നതാണല്ലേ ഈ ഒരു വോക്കൽ ഡാമേജ് എന്ന് പറയുന്നത്. കുറച്ച് ടൈം എടുത്ത് മെജോറിറ്റി ഓഫ് ദ കേസസ്. ചില കാര്യങ്ങൾ അക്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ട് വരാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ്ലി ഇപ്പൊ ഇന്നൊരു വോക്കൽ അബ്യൂസ്, ഇപ്പൊ ഞാനൊന്ന് കുറെ സ്ക്രീം ചെയ്തു, ഒരു അത്യാവശ്യം അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു നോയ്സി അറ്റ്മോസ്ഫിയർ, ഐ ഹാവ് ടു ടോക്ക് ലൗഡ്. ഞാൻ സിമ്പിൾ എക്സാമ്പിൾസ് ആണ് പറയുന്നത്, എല്ലാം ഡെഫിനറ്റ്ലി ഇതായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുന്ന അത് ഒരു അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡാമേജ് ആണ്. അതിനെ കുറിച്ചല്ല ഞാൻ പറയണത്, ഒരു ഓവർ ദ ടൈം ഡെവലപ്പ് ചെയ്യുന്ന. കാരണം സിംഗിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മളുടെ ഒരു പ്രൊഫഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഓവർ ദ ടൈം അല്ലേ. ഇപ്പൊ ഒരു നോർമലി ഒരു സിംഗറിന്റെ പ്രിപ്പറേഷൻ വർഷങ്ങൾ എടുത്തല്ലേ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വോയിസ് പ്രൊഫഷൻ ഉണ്ടായിട്ട് വരും. അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വോക്കൽ ഡാമേജ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഇതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? അപ്പം ഈ ഒരു സിംഗറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വോയിസ് പ്രൊഫഷണൽസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഇതിനെന്തൊക്കെ കാര്യങ്ങൾ, ഇനി മറ്റ് പ്രതിവിധികൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഈ ഒരു വോക്കൽ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുന്നത്, എന്തുകൊണ്ട് നമ്മൾ വോക്കൽ ട്രെയിനിങ്ങിൽ നമ്മുടെ ശബ്ദത്തെ ഒന്ന് എൻകറേജ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസൺസ് ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. സോ ഇനിയും കേൾക്കാനും അറിയാനും ബാക്കിയുണ്ട്. ഉയരയിലൂടെ കേൾക്കാം. പുതിയ കരിയർ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ കരിയറിനെ എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ശബ്ദ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അതോടൊപ്പം തന്നെ ഈ ഒരു മ്യൂസിക് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ സംസാരിക്കുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ദിസ് ഈസ് ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലിജോ കെ ജോസ്,
singer, composer, music producer, voice teacher, and one who has a distinction in Hindustani and Western classical performance and specialist in vocal performance course from KM Music Conservatory. സർ, നമ്മൾ ഒരു വോക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി ഫോക്കസിങ് ടു സിംഗേഴ്സ്. ആൻഡ് ഇതിനെ സംബന്ധിച്ച് നമ്മളിപ്പം സംഗീതം പഠിക്കുന്ന ഒരു വ്യക്തി എപ്പോൾ മുതലാണ് വോയിസ് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ കേട്ടു. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞു. ആൻഡ് അടുത്ത് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്, ഒരാൾ ഈ ഒരു വോയിസ് ട്രെയിനിങ്ങിലേക്ക് നമ്മൾ ഇപ്പം ഓക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഓക്കെ, നമ്മള് ഇത് ഒരു റെഗുലർ ആയിട്ട് എന്റെ അപ്രോച്ചാണ് ഞാൻ പറയുന്നത്. നോർമലി എല്ലാവരും ഐ തിങ്ക് ദേ അഗ്രി ടു ദിസ് ആസ് വെൽ ഇൻ ദാറ്റ് വേ. നമ്മളൊരു ബ്രീത്തിങ് വെച്ചിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. അതിനു മുമ്പ് ഇതൊരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വോയിസ് എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ഈ കഴുത്തിന് ചുറ്റുമുള്ള ഏരിയ മാത്രമാണ് ഈ നമ്മൾ വോയിസ് പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ചിന്താഗതി നമുക്ക് എപ്പോഴും ഉണ്ട്. ആക്ച്വലി നമ്മളത് ഏത് വോയിസ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, സിംഗർ എന്നല്ല, നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വോയിസ് എന്ന് പറയുന്നത് ആകെ ആ കഴുത്തിന് ചുറ്റുമുള്ള ഏരിയയിൽ മാത്രമാണെന്ന് പറയണം. പക്ഷെ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു വോയിസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോൾ ബോഡി ഈസ് ആക്റ്റീവ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇതിനകത്ത്. എസ്പെഷ്യലി ഇത് അബ്ഡോമിനൽ മസിൽ, ഡയഫ്രം, ഇതൊക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ബേസിക്. സോ ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വി ടീച്ച് ദം ദെയർ ബോഡി വാട്ട് ഇസ് ഇറ്റ് ആൻഡ് വാട്ട് ഇസ് ദ റോൾ ഓഫ് ബ്രീത്തിങ് ഇൻ ദ വോയിസ് പ്രൊഡക്ഷൻ എന്നുള്ള കാര്യങ്ങൾ. ദെൻ വി ടീച്ച് ദം വാട്ട് ഇസ് ഹൗ ക്യാൻ വി have a healthy breathing mechanism. For example, we teach abdominal breathing അല്ലെങ്കിൽ നമ്മൾ diaphragmatic breathing എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. Again, it's nothing fancy or something. We all had it when we were born, to be honest. So ഇത് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലൈഫ് എണീറ്റ് നിൽക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ ഡിസ്കണക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു കാര്യമാണ് ആക്ച്വലി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ we teach them, and we teach them the vowels, we teach them the projection, we teach them about the resonances, so that how can we project our voice without hurting the voice. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ജോണർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇറ്റ് കംസ് സ്ലൈറ്റ്ലി ലേറ്റർ വെൻ ദേ അണ്ടർസ്റ്റാൻഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ വോയിസ് പ്രൊഡക്ഷൻ എന്നുള്ളൊരു കാര്യം. അപ്പൊ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. സോ ഐഡിയ എന്ന് പറയുന്നത് നമ്മളുടെ വോയിസിന്റെ ഈ നെക്ക് ഏരിയ അല്ലെങ്കിൽ ത്രോട്ടിന്റെ ഏരിയയിലുള്ള സ്ട്രെയിൻ കുറച്ച് വി ഗീവ് ദ വർക്ക് ടു ദ ബിഗർ മസിൽസ് ഓഫ് അവർ ബോഡി സോ ദാറ്റ് അവർ വോക്കൽ അപ്പാരറ്റസ് ഇസ് ഫ്രീ ടു പ്രൊഡ്യൂസ് എ വോയിസ് എന്നുള്ളതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. സോ അതിന് വേണ്ട കാര്യങ്ങള് ഒരു സിംഗറിന്റെ വോയിസിനനുസരിച്ച് ഇപ്പോ പലർക്കും പല ഇഷ്യൂസ് ആണ്. ബ്രീത്തിങ് ഈസ് സെയിം ഫോർ ഓൾ ദ ജോണേഴ്സ്, ഓൾ ദ പീപ്പിൾ. അങ്ങനെയുള്ള കുറെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ദെൻ വി മൂവ് ടുവേർഡ്സ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സന്റെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂകളിലേക്ക് നമ്മൾ ഫോക്കസ്ഡിലേക്ക് പോകും ബേസിക്കലി. പിന്നെ ഇത് കൂടാതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ മിഡിൽ രജിസ്റ്ററിൽ, അതായത് നമ്മൾ സ്പീക്കിംഗ് വോയിസിനോട് അസോസിയേറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഒരു ഹെൽത്തി ആയതിനു ശേഷം വി ടോക്ക് അബൌട്ട് രജിസ്റ്ററും, അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഹൈ നോട്ട് അല്ലെങ്കിൽ ലോ നോട്ടിലൊക്കെയുള്ള നമ്മുടെ വോയിസിന്റെ സ്മൂത്ത് ട്രാൻസിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വി ടോക്ക് അബൌട്ട്. പിന്നെ വി ടേക്ക് if they sing if they're finding any difficulty in a particular song or a phrase, we address it. All those kind of things നമ്മൾ ഇതിന്റെ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേസ് ചെയ്ത് അറിയേണ്ടത് ലൈക്ക് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ സോക്കോളിൽ പറയുന്ന ഈ ഒരു തൊണ്ട, അതിൽ നിന്ന് മാത്രമല്ല അവിടെ നിന്ന് ബാക്കിയുള്ള നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് വോയിസ് പ്രൊഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ആ ഒരു ലാർജ് മസിൽസിനെ എൻകറേജ് ചെയ്യിപ്പിച്ച് അങ്ങനെ തുടങ്ങി ബ്രീത്തിങ് പ്രൊഡക്ഷൻ നടക്കുന്നത് യെസ് നമ്മുടെ വോക്കൽ അപ്പാരറ്റസിലാണ്. ബട്ട് അതർ പാർട്സ് നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള മസിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആണെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ നമ്മൾ അതുകൊണ്ടാണ് നമ്മളിപ്പോ നമ്മൾ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൽ നമ്മൾ പറയില്ലേ സിംഗ് ഫ്രം ദ നാബി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് ബേസിക്കലി. അപ്പോ അങ്ങനെയുള്ള ഇറ്റ്സ് ആക്ച്വലി കമ്മിങ് ഫ്രം ദാറ്റ്, ടു ബി ഓണസ്റ്റ്, ഇൻ ദാറ്റ് വേ. സോ വോയിസ് പ്രൊഡക്ഷൻ നമ്മുടെ വയറിനകത്തല്ല നടക്കുന്നത്, ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ വോക്കൽ അപ്പാരറ്റസ്. പക്ഷേ there is a involvement of those muscles and all those things in that way. Again, it's connected to the breathing also. For that to happen properly, we need to have a good posture എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. സോ നല്ലൊരു പോസ്ചർ ഉണ്ടാവും എന്നുള്ളതും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ ഉയരയിലൂടെ സംസാരിക്കുന്നത് സ്പെഷ്യൽ ഗസ്റ്റ് ലിജോ കെ ജോസ്, singer, composer, music producer, voice teacher, and who has a distinction in Hindustani and Western classical performance and specialist in vocal performance course from KM Music Conservatory.
വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഇപ്പോൾ ഒരു ഗുഡ് പോസ്റ്റർ പറഞ്ഞു, അതുപോലെ തന്നെ ബ്രീത്തിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ആൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ ഒരു വോയിസ് ട്രെയിനിങ്? ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, ഇപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയില്ല, നമ്മുടെ ലൈഫ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബോഡീനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതായത് നമ്മുടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് ഒരു ടൈനി ആയിട്ടുള്ള ഏരിയ മാത്രമല്ല അതിനകത്ത് ഇൻവോൾവ് ആവുള്ളൂ. അപ്പൊ മൈൻഡ് ഇസ് ഇൻവോൾവ്. സോ യു നീഡ് ടു ഹാവ് എ ഗുഡ് മെന്റൽ ഹെൽത്ത് ഫോർ യുവർ ഇൻസ്ട്രുമെന്റ് ടു ഫങ്ഷൻ വെൽ. അപ്പോൾ ബോഡിയുടെ ഫിറ്റ്നസും മെന്റൽ ഫിറ്റ്നസും ഇസ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യു ഹാവ് ടു ഡു ഫിസിക്കൽ എക്സസൈസ് വേണം. പ്രോപ്പർ സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. മിനിമം 7 to 8 hours സ്ലീപ്പ് എങ്കിലും വേണം വോയിസ് കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട്. ഇൻ എ വേ യു നീഡ് ടു ഗിവ് പ്രോപ്പർ റെസ്റ്റ് ടു യുവർ വോയിസ് ദാറ്റ് വേ. പിന്നെ യു നീഡ് ടു ഡ്രിങ്ക് ഇനഫ് വാട്ടർ. വെള്ളം കുടിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് എന്താ പറയാ, നമ്മുടെ വോക്കൽ ട്രാക്ടിനകത്തുള്ള അതിന്റെ ഫംഗ്ഷൻ, പ്രോപ്പർ ഫംഗ്ഷൻ, നീഡ് ടു സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ ഈ ഒരു വോക്കൽ യൂസേജ് വരുന്നതിന് ജസ്റ്റ് തൊട്ട് മുമ്പ് ഒരു സിപ്പ് എടുത്തിട്ട് നമ്മൾ പാടാനോ വർത്താനം പറയാനോ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ആക്ച്വലി. ബട്ട് ഇറ്റ്സ് ആക്ച്വലി നോട്ട് എഫക്റ്റീവ് എന്നുള്ളതാണ് എന്റെ സത്യം. നമ്മൾ ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള റിലീഫിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മുടെ സ്റ്റൊമക്കിൽ ചെന്ന് അത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് അവിടെ ചെന്ന് എത്തിട്ട് വേണം നമ്മുടെ വോക്കൽ ട്രാക്കിനകത്ത് വരാൻ. സോ ദർ ഇസ് എ ഡിലേ ഇൻ ഒരു 3 to 4 hours ഒക്കെ ഒരു ഡിലേ ഉണ്ട്. സോ ഇപ്പൊ എന്റെ ടീച്ചേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ നാളെ ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഹൈഡ്രേറ്റ് യുവർ സെൽഫ് ഒരു ദിവസം മുമ്പേ തുടങ്ങണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട് ബേസിക്കലി. സോ ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ എന്നുള്ള ഒരു കാര്യം. പിന്നെ അല്ലാതെ കുറെ ഈ ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്മോക്കിംഗ് ഈസ് ദ വേർസ്റ്റ് യു ക്യാൻ ഡു ടു യുവർ വോയിസ് എന്നുള്ളൊരു കാര്യമുണ്ട്. അത് പാട്ടുകാരനല്ല, എല്ലാവരുടെയും ഒരു വോയിസ് യൂസേജ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ദ ഹോട്ട് എയർ വിച്ച് പാസസ് ത്രൂ യുവർ വോക്കൽ അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന മ്യൂക്കസ് മെമ്പറിനെ. പിന്നെ ടാർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിനകത്ത്. അപ്പൊ അത് സ്മോക്കിനകത്തുള്ള ഒരു കാര്യമാണ്. സോ സ്മോക്കിംഗ് ഈസ് അബ്സല്യൂട്ട്ലി നോട്ട് ഗുഡ് ഫോർ ദ വോയിസ്. പിന്നെ ആൽക്കഹോൾ അല്ലെങ്കിൽ കഫിനേറ്റഡ് ബീവറേജസിന്റെയും കാര്യം പറയുന്നത്. ആൽക്കഹോൾ എസ്പെഷ്യലി അതൊരു ഡീഹൈഡ്രേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ബോഡിക്ക്. അപ്പോൾ അതൊരു ഇൻഡയറക്ട്ലി വോയിസിനെ എഫക്ട് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ജനറലി അസിഡിറ്റി, അഗെയിൻ യു നീഡ് ടു റിയലി ടേക്ക് കെയർ ഓഫ് അസിഡിറ്റി എന്ന് പറയും. ബിക്കോസ് നമ്മളൊരു ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ഓവർ സ്പിൽ ഉണ്ടാവുന്ന സമയത്ത്, അതായത് ഈസോഫാഗസിൽ നമ്മുടെ എക്സസ് ആസിഡ് നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിലുണ്ടെങ്കിൽ, കാരണം ഇത് രണ്ടും ഈ ലാരിങ്സും നമ്മുടെ ഈസോഫാഗസും അടുത്തടുത്തിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ കിടക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഉറങ്ങുന്ന സമയത്ത്, മസിൽസ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സസ് ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് സ്പിൽ ചെയ്ത് നമ്മുടെ വോക്കൽ ട്രാക്ടിനകത്ത് അല്ലെങ്കിൽ വോക്കൽ കോർഡിനേറ്റ്സ് ഇറിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ദാറ്റ് യു നീഡ് ടു പേ അറ്റൻഷൻ ടു. യെസ്, അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മെന്റൽ വേറൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ ഹാവിംഗ് പെർസിസ്റ്റന്റ് ഇഷ്യൂസ് വിത്ത് റിഗാർഡ്സ് ടു യുവർ വോയിസ് പ്രൊഡക്ഷൻ, അതായത് വോയിസ് ക്വാളിറ്റിയിലെ ചേഞ്ചോ അല്ലെങ്കിൽ യു ഹാവ് ഫൈൻഡിങ് ഡിസ്കംഫർട്ട്, പെയിൻ, ഇച്ചിങ് റെഗുലർലി ഇൻസൈഡ് യുവർ ത്രോട്ട്, അങ്ങനെയുള്ള കുറെ നമ്മൾ പറയില്ലേ ഒരു ടൈറ്റ്നസ്, യു ആർ കംപ്ലീറ്റ്ലി ഒരു ഔട്ട് ഓഫ് ദ കൺട്രോൾ എന്നുള്ളൊരു എപ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ഗോ ടു ആൻ ENT ഡോക്ടർ അല്ലെങ്കിൽ ലാരിഞ്ചോളജിസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പല സമയത്തും നമുക്കുള്ള സൊല്യൂഷൻ വി ഹാവ് ടു ഗോ ടു ദ ഡോക്ടർ. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ യു ഹാവ് ടു ഓൾവേസ് കൺസൾട്ട് എ ഡോക്ടർ എന്നുള്ളതുണ്ട്. വോയിസ് ട്രെയിനിനേക്കാളും മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ് ആക്ച്വലി. അതും കൂടെ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. യു കാണ്ട് ഇഗ്നോർ ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ ടു ദിസ് ആസ് വെൽ. ചിലപ്പോൾ അവർ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ നമ്മൾ ലാരിഞ്ചോസ്കോപ്പി ഒക്കെ ചെയ്ത് അവർ പറയും, ദേ ലുക്ക് ഇൻ ടു യുവർ ഇൻസ്ട്രുമെന്റ് ആൻഡ് ടെൽ ഓക്കെ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. സോ ചിലപ്പോൾ അവർ സ്പീച്ച് തെറാപ്പി സജസ്റ്റ് ചെയ്യും. ഇതൊക്കെ ഇതിന്റെ പാർട്ട് ഓഫ് ദ ഗെയിം ആക്ച്വലി. നമ്മൾ ഇതൊക്കെ ഇതിന്റെ പ്രോസസ്സിന്റെ കൂടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം. യെസ്, അപ്പം ഒരു ശബ്ദ മേഖലയിൽ വോയിസ് പ്രൊഫഷണൽസ് ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മളിതാ ഇപ്പോൾ കേട്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ബ്രീത്തിങ് ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ്. ഇപ്പോൾ അത്ലറ്റ്സ്, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ അത്ലറ്റ്സ് തങ്ങളുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ, ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ വോയിസിനും നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു തുടങ്ങിയതാണ് നമ്മൾ കേട്ടത്. സോ ഇനിയും നമുക്ക് ഉയരയിൽ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ശബ്ദ മേഖലയിൽ കരിയറുമായി ബന്ധപ്പെട്ട് ഇതൊരു ശബ്ദമേഖല ഒരു കരിയറായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വോയിസ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനായിട്ടുണ്ട്. കേൾക്കാം സർഗക്ഷേത്ര 89.6 FM-ലൂടെ. ഇത് ഉയരെയാണ്, കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര.
വെൽക്കം ബാക്ക് ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ ഉയരയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് സംഗീതം പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സംഗീതജ്ഞരായവർ, സംഗീതത്തെ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. സോ പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിറകുകളെ എങ്ങനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഹെൽത്തി ആയിട്ട് വെക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ലിജോ കെ ജോസ്, സിംഗർ, കമ്പോസർ, മ്യൂസിക് പ്രൊഡ്യൂസർ, വോയിസ് ടീച്ചർ ആൻഡ് the one who has distinction in Hindustani and Western classical performance and specialist in vocal performance course from KM Music Conservatory. ലിജോ സാർ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി സംസാരിച്ചു ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മൾ ഈ ഒരു വോയിസ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു തൊണ്ടയുടെ ഇത് പ്രവർത്തനം മാത്രമല്ല, പല ഡൈമെൻഷൻസ് അടങ്ങിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു അറിഞ്ഞു. ഇനിയും ധാരാളം കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു സംഗീതം പഠിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ശ്രദ്ധിക്കണം, അറിയണം എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴേ അടുത്തൊരു സംശയം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരാൾ ഏത് ജോണറിലുള്ള ഒരു സംഗീതമായിരിക്കും എടുക്കേണ്ടത്? മോസ്റ്റ്ലി എല്ലാവരും കർണാട്ടിക് എടുക്കുന്നു, ഹിന്ദുസ്ഥാനി എടുക്കുന്നു, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ജോണേഴ്സ് ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. സോ അത് ഈ ഒരു വോയിസിനെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എന്തുമാത്രം ഗുണം ചെയ്യുന്നു, അതൊന്ന് പറയാമോ? ഈ ജോണർ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സബ്ജക്ട് ആയിട്ടുള്ള കാര്യമാണ്, ടു ബി ഓണസ്റ്റ്. ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇന്ന ജോണറിലാണ് ലാംഗ്വേജ് കൂടുതൽ, ഇന്ന ജോണറിലാണ് അല്ലെങ്കിൽ വോക്കലി ഹെൽത്തി എന്നുള്ള ഒരു സംഭവം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഫൗണ്ടേഷൻ ആണ്. അതായത് നമ്മുടെ വോയിസിന്റെ ഹെൽത്തി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ നമ്മൾ പറയില്ലേ, ആ ഒരു പിസയുടെ ബേസ് വെച്ചിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാം. അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞ വോക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വോയിസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ നാച്ചുറലി കറക്റ്റ് ആയിട്ടുള്ള സയൻസിനോട് ചേർന്ന് നിൽക്കുന്ന പോലെയുള്ള രീതിയിലുള്ള വോയിസ് പ്രൊഡക്ഷൻ, അതെന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ ആണ്. നമ്മൾ ഈ പറയുന്ന ജോണേഴ്സ് കാര്യം മാറുമല്ലോ. നമ്മൾ ഇന്ന പിച്ചയാണ്, നോൺ വെജ് ആണ്, അത് വെജ് ഓവർലോഡ് ആണോ, ഇതാണോ, ചീസ് ആണോ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാറുന്നതിന്റെ മുകളിലിടുന്ന വെച്ചിട്ടാണ്. ബേസ് ഇസ് നോട്ട് ചേഞ്ചിങ്, റൈറ്റ്? ബേസ് അത് തന്നെയാണ് എല്ലാത്തിന്റെയും വരുന്നത്, അല്ലെ? ഇതുപോലെ തന്നെയാണ് ഈ വോയിസ് ട്രെയിനിങ്ങിന്റെ കാര്യം പറയുന്നത്. ഈ ഫൗണ്ടേഷൻ സ്റ്റേസ് ദ സെയിം എല്ലാത്തിനകത്തും. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റൈലിസ്റ്റിക്കലായിട്ട് നമ്മൾ പല ജോണേഴ്സിന്റെയും കാര്യങ്ങൾ മാറുന്നുണ്ട്. അതായത് ചില തരത്തിലുള്ള വോയിസ് പ്രൊഡക്ഷൻസ് അതിനകത്ത് ആക്സെപ്റ്റബിൾ അല്ല. ഇപ്പൊ നമ്മൾ ഒരു പോപ്പ് അല്ലെങ്കിൽ കൺട്രി മ്യൂസിക്കിലൊക്കെ വരുന്ന സമയത്ത്, കൺട്രി മ്യൂസിക്കിൽ എസ്പെഷ്യലി നമുക്കൊരു നേസൽ കൈൻഡ് ഓഫ് എ ടോൺ, ഒരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ആണ് അതിനകത്ത്. അപ്പൊ അതുപോലെ അത് വേറെ നമ്മളിപ്പോ ഇന്ത്യൻ ക്ലാസിക് എടുക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് സൗണ്ട് ക്വാളിറ്റി ഈസ് നോട്ട് ആക്സെപ്റ്റഡ് ഹിയർ. ഇപ്പൊ നമ്മൾ ഓഫർ എടുക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ക്ലാസിക്കൽ എടുക്കുകയാണെങ്കിൽ ഉള്ള ഒരു ടൈപ്പ് ഓഫ് എ വോയിസ് വിച്ച് യു ഹിയർ, അത് ഇന്ത്യനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ, ഈവൻ കൺട്രി മ്യൂസിക്കിൽ അല്ലെങ്കിൽ പോപ്പ് മ്യൂസിക്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മുകളിൽ ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ബ്രീത്തിങ് എന്ന് പറയുന്നത് അക്രോസ് ദി ജോണർ ഇസ് ദ സെയിം. ഇപ്പൊ ബ്രീത്തിങ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കലി ഒരു ഫംഗ്ഷൻ ആണ് ബോഡിക്കകത്തുള്ള. ആ ഫംഗ്ഷൻ നമ്മൾ ഇന്ന ജോണർ ഇപ്പൊ കർണാട്ടിക് പാടിയാലും ഹിന്ദുസ്ഥാനി പാടിയാലും പോപ്പ് പാടിയാലും R&B പാടിയാലും ബ്രീത്തിങ് ഈസ് ബ്രീത്തിങ്, റൈറ്റ്? അതിനൊറ്റ വഴിയാണുള്ളത്. നമ്മുടെ ബോഡി എങ്ങനെ കാണിച്ചു തരുന്നു എന്നുള്ള ഒരു പ്രൈമൽ ബ്രീത്തിങ് നമുക്ക് പറയുന്നതിന് ആ ഒരു ബ്രീത്തിങ്ങേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ ജോണർ എന്ന് പറയുന്ന സംഭവം വരുന്നത്. അപ്പൊ ഏത് ജോണർ പാടുക എന്നുള്ളത് അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പൊ ചില ജോണറുകളോട് എനിക്കൊരു അഫിനിറ്റി ഉണ്ട്, അതുകൊണ്ട് മറ്റേ ആള് സെലക്ട് ചെയ്യുന്ന ജോണർ മോശമാണ് എന്നുള്ളൊരു സംഭവമൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പോ പല ജോണറിലും അതിന്റെ ഇന്നേറ്റ് ആയിട്ടുള്ള ചില സമയത്ത് ചില ഇഷ്യൂസ് ഉണ്ട്. അതായത് ഇഷ്യൂസ് വിത്ത് റിഗാർഡ്സ് ടു വോയിസ് ടെക്നിക്ക് ഞാൻ പറയണത്. അപ്പൊ അത് ചിലപ്പോ അതൊരു എന്താ പറയാ, നമ്മളിതൊരു ട്രഡീഷണലിന്റെ ഭാഗമായിട്ട് വന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. സോ ഡു ഐ ഹാവ് ടു സ്റ്റിക്ക് വിത്ത് ഇറ്റ് ഓർ ഡു വി ഹാവ് ടു ഫൈൻഡ് എ വർക്ക് അറൌണ്ട് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. പിന്നെ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ആളുടെ ചോയ്സ് ആണ്. നമുക്കത് അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ ഗിവ് ദം ഓൾ ദ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ എവറിത്തിങ്. അവിടെ വരുന്ന എല്ലാ മ്യൂസിക്കിനോടും അവർക്ക് ഒരു എക്സ്പോഷർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഐഡിയൽ സിറ്റുവേഷൻ. അത് കഴിഞ്ഞിട്ട് ദേ ക്യാൻ ചൂസ്, ഓക്കെ ദിസ് മ്യൂസിക് ഐ കണക്ട് വിത്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഒരു സംഭവം അവർക്ക് വരും. സോ ഇതൊക്കെ ഞാൻ കേട്ടു, ഇത്രയും ജോണേഴ്സ് ഞാൻ കേട്ടു, ആൻഡ് ഐ സ്പെസിഫിക്കലി ലൈക്ക് ദിസ്, അതുകൊണ്ട് ഐ ടേക്ക് ഇറ്റ് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഒരു ചോയ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇപ്പോ പാരന്റ്സ് ചെയ്യേണ്ട ഒരു കാര്യം ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ് ദ കിഡ്സ് ഓൾ ദ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ എവറിത്തിങ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഫ് ദേ കണക്ട് വിത്ത് ദിസ് ജോണർ ടേക്ക് ഇറ്റ് അപ്പ് ഇൻ ആൻ അഡ്വാൻസ് ലെവൽ എന്നുള്ളതാണ് എന്റെ കാര്യം. ഓക്കെ തന്നെ. അപ്പോൾ സാർ, നമ്മളെ ഒരു
സംഗീതം പഠിക്കുന്ന ആളെ ഏത് തരത്തിലുള്ള ചോൺ അല്ലെങ്കിൽ ഏതാണ് എടുക്കേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് കിട്ടിയൊരു ഉത്തരം എന്ന് പറയുന്നത് എല്ലാം നമ്മളെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ. എന്നിട്ട് ദെൻ നമ്മൾ ഡിസൈഡ് ചെയ്യുക ഏത് വേണം നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് എന്നുള്ളത്. അപ്പം എന്തായാലും സംഗീതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെ ഒരു കരിയറാക്കി അല്ലെങ്കിൽ ഒരു പ്രൊഫഷനാക്കി മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ അറിയാം പാട്ടുകൾക്ക് ശേഷം. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഉയരത്തിലേക്ക് നമ്മൾ പറക്കുമ്പോൾ നമ്മുടെ ചിറകുകളെ നമ്മൾ അത്രയും ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇന്ന് ഉയരയിൽ ഈ ഒരു സംഗീതവുമായി ബന്ധപ്പെട്ട് പറക്കാൻ കൊതിക്കുന്നവർ തങ്ങളുടെ ചിറകുകളെ എങ്ങനെ ശക്തമാക്കാം, എങ്ങനെ അതിനെ പവർഫുൾ ആക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായി കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ലിജോ കെ ജോസ്, സിംഗർ, കമ്പോസർ, മ്യൂസിക് പ്രൊഡ്യൂസർ, വോയിസ് ടീച്ചർ ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഇൻ വോക്കൽ പെർഫോമൻസ് കോഴ്സ് ഫ്രം KM മ്യൂസിക് കൺസർവേറ്ററി. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ഒരു കരിയർ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പലരും അറിയാതെ പോകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് സാറ് നമ്മൾക്ക് റിവീൽ ചെയ്ത് തരുന്നതും പറഞ്ഞു തരുന്നതുമെല്ലാം. ആൻഡ് അവസാനമായിട്ട് അറിയേണ്ടതായിട്ടുള്ളത് ഈ ശബ്ദ മേഖലയുമായി ബന്ധപ്പെട്ട് സാർ ഒരുപാട് കോച്ചിങ് സെന്ററിലുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു വോയിസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതോട് സംബന്ധിച്ച് ചോദിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ജനറലി ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? അതാണ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ. ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. മറ്റേ വോക്കൽ ജനറൽ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള അതിൽ ഒരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ റിമെമ്പർ ദാറ്റ് നമ്മുടെ വോയിസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ തൊണ്ട മാത്രമല്ല, ആക്ച്വലി ഇറ്റ് ഇൻവോൾവ്സ് യുവർ എൻറ്റയർ സിസ്റ്റം. അപ്പോൾ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. യു ഷുഡന്റ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. സോ എക്സസൈസ് അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ഫിറ്റ്നസിന്, ഫിസിക്കൽ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മളൊരു അതിന്റെ ഒരു വെൽബീയിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും യു ഹാവ് ടു ഡു എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ദിസ് തിങ്. സോ പ്രോപ്പർ സ്ലീപ്പ്, നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു പറയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സസീവ് ആയിട്ടുള്ള യൂസേജ് വരുന്ന ഒരു കാര്യം, ഇപ്പൊ പാടുക അല്ലെങ്കിൽ നിങ്ങൾ റേഡിയോയിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വോയിസ് വാം അപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നതിന് മുമ്പ് നേരിട്ട് നമ്മൾ ഒരു വിഗറസ് ആയിട്ടുള്ള എക്സസൈസും നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ ആദ്യം വാം അപ്പ് ചെയ്യും, അത് കഴിഞ്ഞ് നമ്മുടെ ബോഡി റെഡി ആയതിനു ശേഷം മാത്രമാണ് നമ്മളൊരു ഹെവി ആയിട്ടുള്ള ടാസ്ക് എടുക്കുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വോയിസ് യൂസേജ് എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു പ്രോപ്പർലി വാം അപ്പ് യുവർ വോയിസ് ബിഫോർ യുവർ വോയിസ് യൂസേജ്. ഈ വോയിസ് വാമപ്പിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത്? വോയിസ് ഫോമപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഈ ഒരു ഷോർട്ട് കോൺവെർസേഷൻ നമുക്ക് എക്സസൈസുകൾ പഠിപ്പിക്കാൻ പറ്റില്ല, ബട്ട് ഐ ക്യാൻ ടെൽ അബൌട്ട് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ്. ഫസ്റ്റ് എന്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ വാമപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വാമപ്പ് നമ്മൾ, അതായത് വോയിസും അല്ലെങ്കിൽ നെക്ക്, ഷോൾഡർ ഇങ്ങനെയുള്ള ഏരിയയിലുള്ള ഇതിന്റെ ഒരു ഫിസിക്കൽ എക്സസൈസ് വാമപ്പ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വി സ്പെൻഡ് ഗുഡ് എമൗണ്ട് ഓഫ് ടൈം ഇൻ ബ്രീത്തിങ് പ്രാക്ടീസ്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ you can actually check out for SOVT exercises, actually semi-occluded vocal tract exercise എന്ന് പറയുന്നത് it's very famous actually. You might have seen videos ഈ straw വെച്ചിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ ഉണ്ട്. സോ സിംഗിങ് ത്രൂ എ straw എന്നുള്ള സംഭവങ്ങളൊക്കെ. സോ അതൊരു നല്ല വാം അപ്പ് എക്സസൈസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാം അപ്പ് എക്സസൈസ് ഉണ്ട്. ദേ ക്യാൻ ആക്ച്വലി പ്രാക്ടീസ് ലിപ് ഡ്രിൽസ്, പിന്നെ ടങ് ഡ്രിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഇതൊരു വോയിസ് ട്രെയിനർ വിൽ അസിസ്റ്റ് യു എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ പക്ഷെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാക്ടീസും വാമപ്പും തമ്മിൽ കൂട്ടിക്കുഴക്കരുത് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കർണാടകയിലൊക്കെ നമ്മൾ ചരളി വർഷ എന്ന് പറഞ്ഞൊരു എക്സസൈസ് ആണ്. പലരും ഇത് വിചാരിക്കുന്നത് അതൊരു വാമപ്പ് എക്സസൈസ് ആണെന്ന് കരുതി നമ്മളത് വാമപ്പ് ചെയ്യാൻ. സോ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പേ, നമ്മൾ ഈ എക്സസൈസുകൾ ചെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വോയിസിനെ റെഡിയാക്കുക എന്നുള്ള ഒരു കാര്യം. യെസ്, യു ക്യാൻ യൂസ് ഓൾസോ ആസ് എ വാം അപ്പ് ഇഫ് യു നോ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. സോ അല്ലെങ്കിൽ നമ്മളിപ്പോ സർലി വരച്ച എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയണം, കാരണം നമ്മൾ ഈ ഒരു എക്സസൈസ് ഇപ്പൊ നമ്മൾ സ്വരങ്ങളൊക്കെ പാടി തുടങ്ങുമ്പോൾ നമ്മുടെ വോയിസ് ഇസ് ഫുൾ ആക്റ്റീവ്.
അപ്പൊ ഇതിനു മുമ്പായി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിക്സപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം. അപ്പോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഈ വാമപ്പിനകത്ത് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഞാൻ പറഞ്ഞത്, ഈ സ്ട്രോ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് SOVT എക്സസൈസ് എന്നാണ് നമ്മൾ റിസർച്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ദാറ്റ് വേ. പിന്നെ ഒരു ടീച്ചർ ഓൾസോ വിൽ കം ഇൻ ടു ദ പിക്ചർ. ദേ വിൽ ഗൈഡ് യു വിച്ച് ആർ ദ എക്സസൈസസ് വിച്ച് മൈറ്റ് ഹെൽപ്പ് യു എന്നുള്ളൊരു കാര്യം. പിന്നെ എന്റെ ഒരു ഇതിനകത്തുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഓഫ് എക്സസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നെ എക്സസൈസ് എടുത്ത് ബ്ലാസ്റ്റ് ഔട്ട് ചെയ്യുന്നതിനേക്കാളും ഇഫ് യു നോ ദ സയൻസ് ബിഹൈൻഡ് ഇറ്റ്, വാട്ട് ആം ഐ അച്ചീവിംഗ് ഫ്രം ദിസ് എക്സസൈസ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ക്വാളിറ്റേറ്റീവ് ആയിട്ട് ചെയ്യാന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത്. സോ അതൊരു കാര്യം. ഇപ്പൊ വാമപ്പിന്റെ കാര്യം അതാണ്. പിന്നെ അതുപോലെ തന്നെ വാമപ്പ് പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഈ വോയിസ് എക്സസീവ് യൂസേജ് കഴിഞ്ഞ് കൂൾ ഡൗൺ ചെയ്യാന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടി ഉണ്ട് ആക്ച്വലി. അപ്പൊ ഇതിനകത്ത് ഡൗൺവേർഡ് സ്കെയിലുകളൊക്കെയാണ് അങ്ങനെയുള്ള കുറെ എക്സസൈസുകൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യും. ഇതൊരു അല്ലാതെ ജനറൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വോളിയം അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഈ ഒരാളുടെ ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ പുഷ് ചെയ്ത് സംസാരിക്കുന്ന കുറെ ഹാബിറ്റ്സ് ഒക്കെ ഉണ്ട്. സോ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അത് വരുന്നത് നമ്മുടെ വോയിസിനകത്തുള്ള ഒരു ബ്രൈറ്റ് കമ്പോണന്റ് നേച്ചറൽ റെസണൻസ് എന്നൊക്കെ പറയും നമ്മൾ. ഇത് എത്ര നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അറിവ് ഇറ്റ് വിൽ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ വോക്കൽ ഡാമേജ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം ബ്രീത്തിങ് ഒബ്സർവ് ചെയ്യുക. അല്ലെങ്കിൽ ബ്രീത്തിങ് പലപ്പോഴും സംഭവിക്കുന്ന വെച്ചാൽ നമ്മള് ഒരു എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു പെട്ടെന്ന് പാടി പോകുന്ന സമയത്ത് വി കൈൻഡ് ഓഫ് ഫൊഗെറ്റ് ടു ബ്രീത്ത്. നമ്മൾ വിചാരിക്കും നമ്മൾ ബ്രെത്ത് എടുത്തു എന്ന് വിചാരിക്കും, ബട്ട് നമ്മൾ ഒരു ഹൈ ആയിട്ടുള്ള ഒരു കൺസ്ട്രിക്റ്റഡ് ബ്രെത്ത് ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവും. വെരി നോയ്സി ആയിട്ടുള്ള ഒരു ബ്രെത്ത് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്രെത്ത് ഇല്ലേ. സോ ഇറ്റ് ഇസ് എ വെരി ഡാമേജിങ് സോർട്ട് ഓഫ് ബ്രീത്തിങ് ഹാബിറ്റ് ആക്ച്വലി. സോ അങ്ങനെയുള്ള ബ്രീത്തിങ് അവോയ്ഡ് ചെയ്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാം ഒരു സ്റ്റേറ്റിലുള്ള ഒരു ബ്രെത്ത് എടുക്കുക എന്നുള്ള ഒരു കാര്യം ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പെർസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഓൾവേസ് കൺസൾട്ട് ഡോക്ടർ, ENT അല്ലെങ്കിൽ ലാരിഞ്ചോളജിസ്റ്റ് ഇവരെയൊക്കെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ജനറലി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടു. എനിവേ താങ്ക് യു സോ മച്ച് സാർ ഫോർ ബീങ് വിത്ത് അസ്. ഇത്രയും നേരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ്. Yes, thank you so much for inviting. Okay sir, thank you. 89.6